ഇന്ന് നമുക്ക് റെസൊണൻസ് എന്താണെന്ന് നോക്കാം. Resonance in electrical circuit consisting of passive and active elements represents a particular state of the circuit when the current or voltage in the circuit is maximum or minimum with respect to the magnitude of excitation at a particular frequency, the circuit impedance being either minimum or maximum at the power factor unity. എന്താ മനസ്സിലായ റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ഏതൊരു സർക്യൂട്ടിലും ഒക്കർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനാണ് റെസൊണൻസ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്യൂട്ടിൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ സർക്യൂട്ടിൻ്റെ കറണ്ട് ഏറ്റവും മിനിമം ആകാം, അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം ആകാം, അല്ലെങ്കിൽ വോൾട്ടേജ് മിനിമം ആകാം, മാക്സിമം ആകാം, അല്ലെങ്കിൽ ഇംപിഡൻസ് മിനിമം ആകാം, മാക്സിമം ആകാം. ഇങ്ങനെ പെർട്ടിക്കുലർ സിറ്റുവേഷന് ഇങ്ങനെ ഒക്കർ ചെയ്യുന്ന പെർട്ടിക്കുലർ സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസൊണൻസ് അല്ലെങ്കിൽ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ പവർ ഫാക്ടർ എന്തായിരിക്കും, യൂണിറ്റി ആയിരിക്കും. കാരണം ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ദ ടോട്ടൽ വോൾട്ടേജ് ആൻഡ് ടോട്ടൽ കറൻറ്റ് ഇൻ ദ സർക്യൂട്ട് വിൽ ബി 0. അപ്പോൾ അങ്ങനെ പെർട്ടിക്കുലർ സിറ്റുവേഷന് പറയുന്ന പേരാണ് റെസൊണൻസ്. നമുക്ക് 2 ടൈപ്പ് റെസൊണൻസ് പഠിക്കാനുണ്ട്. സീരീസ് റെസൊണൻസും ഉണ്ട്, പാരലൽ റെസൊണൻസ് ഉണ്ട്. ആദ്യം സീരീസ് റെസൊണൻസ് സർക്യൂട്ട് നോക്കാം. സീരീസ് റെസൊണൻസ് നോക്കിയേ. സീരീസ് റെസൊണൻസ് സർക്യൂട്ടിനെ കുറിച്ച് അനാലിസിസ് നടത്തുന്ന സമയത്ത് നമ്മളൊരു വോൾട്ടേജ് സോഴ്സ്, AC വോൾട്ടേജ് സോഴ്സ് RLC സീരീസ് ആയിട്ട് കണക്ട് ചെയ്തൊരു സർക്യൂട്ടും എടുക്കുന്നു. ടോട്ടൽ ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയുന്നത് R+jωL + 1/jωC. ദാറ്റ് ഈസ് R+jωL - jωC. അത് R+jXL - XC എന്നാവും. R+jX എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി നോക്കുക, ഈ സർക്യൂട്ടിൽ 3 എലമെൻറ്റിലൂടെയുള്ള കറണ്ട് സെയിം ആണ്. അത് നമ്മൾ ആദ്യം റെഫറൻസ് ഫേസറായിട്ട് വരയ്ക്കുന്നു. ഓൾവേസ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ വിൽ ബി ഇൻ സെയിം ഫേസ് വിത്ത് ദ കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ. അപ്പം വോൾട്ടേജ് VR നമ്മൾ ഈ കറണ്ട് ഫേസറിന് പാരലായിട്ട് വരച്ചു. ദെൻ ഇൻഡക്ടർ ഈസ് എ ലാഗിങ് സർക്യൂട്ട്. സോ കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ ലാഗ്സ് ദ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ബൈ 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഈ റെഫറൻസ് ആയിട്ട് ആദ്യം കറണ്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വോൾട്ടേജ് അല്ലേ വരയ്ക്കേണ്ടത്. അപ്പോൾ വോൾട്ടേജ് ലീഡ് ചെയ്തിട്ട് വരയ്ക്കുക, എന്നാലല്ലേ വോൾട്ടേജിനേക്കാളും കറണ്ട് ലാഗ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ VL 90 ഡിഗ്രി മുകളിലോട്ട് വരച്ചു. ദെൻ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ലീഡിങ് സർക്യൂട്ടാണ്. കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ്. അപ്പോൾ നമ്മൾ കറണ്ട് ഓൾറെഡി വരച്ചിട്ടുണ്ട്, അപ്പോൾ ലാഗ് ചെയ്തിട്ട് വോൾട്ടേജും വരച്ചു. ഇതാണ് നമ്മുടെ ഫേസർ ഡയഗ്രാം. ഈ ഫേസർ ഡയഗ്രാം നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഇവിടെ പവർ ഫാക്ടർ യൂണിറ്റി ആവണമെങ്കിൽ എന്താവണം, ഐൻ്റെ അതേ ഡയറക്ഷനിൽ VR മാത്രമല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. ബാക്കിയുള്ള VCയും VLും ക്യാൻസലായി പോകണം. ദാറ്റ് ഈസ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ആവുന്ന സമയത്ത് VCയും VLും ക്യാൻസലായി കഴിഞ്ഞാൽ VR മാത്രമായിരിക്കും ടോട്ടൽ വോൾട്ടേജ് വരുന്നത്. അപ്പോൾ VRും Iയും സെയിം ഫേസിലാകും. പവർ ഫാക്ടർ ആംഗിൾ 0 ആകും, പവർ ഫാക്ടർ യൂണിറ്റി ആകും. അപ്പോൾ സീരീസ് സർക്യൂട്ടിൽ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത് കണ്ടീഷൻ അറ്റ് വിച്ച് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്ററാണ്. ഓക്കെ, അപ്പം സാധാരണ RLC സീരീസ് സർക്യൂട്ടിൽ I എന്ന് പറയുന്നത് എന്താ, V/Z ആണ്. ദാറ്റ് ഈസ് V/R+jX ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞു റെസൊണൻസ് കണ്ടീഷനിൽ VL ഈസ് ഈക്വൽ ടു VC ആണെന്ന് പറഞ്ഞു. VL ഈക്വൽ ടു VC ആകുമ്പോൾ IXL ഈസ് ഈക്വൽ ടു IXC. കാരണം IXL അല്ലേ VL, IXC അല്ലേ VC. ഓക്കെ, അപ്പോൾ Iയും Iയും കട്ടായി കഴിയുമ്പോൾ എന്തായി, XL ഈസ് ഈക്വൽ ടു XC എന്നായി. XL ഈക്വൽ ടു XC എന്നാകുമ്പോൾ നമ്മുടെ ഇംപിഡൻസ് R+jX എന്തായിട്ട് മാറി. കാരണം XL - XC അപ്പോൾ 0 അല്ലേ. അപ്പോൾ JX എന്ന് പറയുന്ന ടേം 0 ആയില്ലേ. ദെൻ R മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ സീരീസ് റെസൊണൻസ് സർക്യൂട്ടിലെ ഇംപിഡൻസ് എന്ന് പറയുന്നത് എന്താണ്, R ആണ്. സോ കറണ്ട് അറ്റ് റെസൊണൻസ് I0 എന്ന് പറയുന്നത് V/Z0 ഈക്വൽ ടു V/R. ദെൻ പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു R/Z ആണ്. പക്ഷേ Z എന്താണ്, R ആണ്. സോ R/R ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇതൊക്കെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി
ഒമേഗ 0 ആണ് പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് റെസണൻസ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു റെസണൻസ് ഒക്കർ ചെയ്യുന്ന സമയത്ത് XL ഈക്വൽ ടു XC ആണ്. പക്ഷേ XL എന്ന് പറയുന്നത് എന്താ? ഒമേഗ L. XC എന്ന് പറയുന്നതോ 1/ωc. റെസണൻസിൽ രണ്ടും ഈക്വലാണ്. ഈക്വൽ ആകുന്ന സമയത്തുള്ള ഫ്രീക്വൻസി ഒമേഗ 0 എന്നെടുക്കുകയാണെങ്കിൽ ഒമേഗ 0L ഈസ് ഈക്വൽ ടു 1/ωc. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഒമേഗ 0² കിട്ടും. അതിൽ നിന്ന് ഒമേഗ 0 ഈക്വൽ ടു 1/√LC അല്ലെങ്കിൽ F0 ഈസ് ഈക്വൽ ടു 1/2π√LC എന്ന് കിട്ടും. അപ്പോൾ റെസണൻസ് ഫ്രീക്വൻസി ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ഡിറൈവ് ചെയ്യേണ്ടത്? F0 ഈസ് ഈക്വൽ ടു 1/2π√LC, ഒമേഗ 0 ഈക്വൽ ടു 1/√LC, F0 ഈസ് ഈക്വൽ ടു 1/2π√LC എന്ന് നിങ്ങൾ ഡിറൈവ് ചെയ്യണം. അതാണ് റെസണൻറ്റ് ഫ്രീക്വൻസി ഇൻ എ സീരീസ് റെസണേറ്റിംഗ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ഒരു സെറ്റാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പഠിച്ചോളാം. എന്തൊക്കെയാണ്? പ്രോപ്പർട്ടീസ് ഓഫ് റെസണൻസ് ഓഫ് RLC സീരീസ് സർക്യൂട്ട്, അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് ദ റിസൾട്ടിംഗ് കറണ്ട് ആർ ഇൻ ഫേസ്. നമ്മൾ പറഞ്ഞു വോൾട്ടേജ് എന്ത് മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ? VR അല്ലേ? അപ്പോൾ ആ VRും, കാരണം ടോട്ടൽ വോൾട്ടേജ് VR മാത്രമേ ഉള്ളൂ, VLും VCയും ക്യാൻസലായി പോകുന്നുണ്ട്. അപ്പോൾ VRും Iയും സെയിം ഫേസിലാണ് അല്ലേ? വിച്ച് മീൻസ് ദാറ്റ് പവർ ഫാക്ടർ ഓഫ് ദ RLC സീരീസ് റെസണൻസ് സർക്യൂട്ട് ഈസ് യൂണിറ്റി. കാരണം ആംഗിൾ 0 അല്ലേ, രണ്ടും സെയിം ഫേസിലാകുമ്പോൾ. അപ്പോൾ പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു cos 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദെൻ ദ നെറ്റ് റിയാക്റ്റൻസ് ഈസ് 0 അറ്റ് റെസണൻസ്. XL ഈക്വൽ ടു XC ആകുമ്പോൾ XL മൈനസ് XC ആണല്ലോ റിയാക്റ്റൻസ്, അത് 0 ആകും. ആൻഡ് ദ ഇംപിഡൻസ് ഡസ് ഹാവ് ദ റെസിസ്റ്റീവ് പാർട്ട് ഓൺലി. Z ഈക്വൽ ടു R നമ്മൾ ഡിറൈവ് ചെയ്തു. ദെൻ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഈസ് മാക്സിമം. കാരണം V/R മാത്രമല്ലേ ഉള്ളൂ, ഡിനോമിനേറ്ററിൽ എക്സിൻ്റെ ടേം ഇല്ല. അപ്പോൾ ഡിനോമിനേറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് എന്തായി? V/R മാക്സിമം ആകും. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദ ആക്സെപ്റ്റർ സർക്യൂട്ട്. ഇത് ശരിക്കും ശ്രദ്ധിക്കുക. സീരീസ് റെസണൻസ് സർക്യൂട്ട് ഈസ് കോൾഡ് ആക്സെപ്റ്റർ സർക്യൂട്ട് ബിക്കോസ് സീരീസ് റെസണൻസ് സർക്യൂട്ടിൽ സർക്യൂട്ട് കറണ്ട് ഈസ് മാക്സിമം. Then at resonance the circuit has got minimum impedance. Maximum current എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പിഡൻസ് മിനിമം ആണ് ആൻഡ് മാക്സിമം അഡ്മിറ്റൻസ് ആണ്. ഓക്കെ, then frequency of resonance is given by F0 is equal to 1/2π√LC. ഓക്കെ, ഇനി വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വിത്ത് ഫ്രീക്വൻസി. നമ്മൾ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി വരയ്ക്കാം. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? XL ഈസ് ഈക്വൽ ടു ഒമേഗ L. അപ്പോൾ ഒമേഗ ഇങ്ങനെ നമ്മൾ എക്സ് ആക്സിസിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒമേഗ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് XL ഈക്വൽ ടു ഒമേഗ L അല്ലേ? L കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ ഒമേഗ 1 ആണെങ്കിൽ 1 × L, ഒമേഗ 2 ആണെങ്കിൽ 2 × L, ഒമേഗ 3 ആണെങ്കിൽ 3 × L. അങ്ങനെ ഈ ഗ്രാഫ് ഇതിന് പ്രൊപ്പോർഷണൽ ലീനിയറായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇരിക്കും. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? XL. ഇനി നോക്കിയേ, XC ഈക്വൽ ടു 1/ωc. അപ്പോൾ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. XC ഈക്വൽ ടു 1/ωc ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, ഇതും വരും. ഇനി നമുക്കറിയാം അറ്റ് പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഒമേഗ 0ൽ XLും XCയും ഈക്വലാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ XLലേക്ക് വരച്ചു കഴിഞ്ഞാലും താഴോട്ട് XCയിലേക്ക് വരച്ചു കഴിഞ്ഞാലും രണ്ടും ഈക്വലാണ്. പക്ഷെ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നെറ്റ് എന്ന് പറയുന്ന റിയാക്റ്റൻസ് എന്താണ്? ക്യാൻസലായി പോകും. പിന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വിൽ നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഒമേഗ. അപ്പോൾ ഒമേഗയ്ക്ക് എന്ത് വാല്യൂ വന്നിട്ടും കാര്യമില്ല, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറില്ല, അത് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ അതെങ്ങനെ വരയ്ക്കുക? അപ്പോൾ നോക്കിയേ, ഈ ഒമേഗ 0 എന്ന് പറയുന്ന ഫ്രീക്വൻസിയിൽ ഒമേഗ Lഉം ഒമേഗ Cയും ക്യാൻസലായി. രണ്ടും ഈക്വലാണ്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ അത് ക്യാൻസലാകും. അപ്പോൾ ഇമ്പിഡൻസ് എന്ത് മാത്രമേ ഉള്ളൂ? 6 മാത്രമേ ഉള്ളൂ. ഈ പോയിന്റിൽ 6 മാത്രമേ ഇമ്പിഡൻസ് ഉള്ളൂ. ഇനി നമ്മൾ പറഞ്ഞു സീരീസ് റെസണൻസ് സർക്യൂട്ടിൽ ഇമ്പിഡൻസ് മിനിമം ആകുന്ന എപ്പോഴാണ്? റെസണൻസിൽ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇമ്പിഡൻസ് മിനിമം ആയിരിക്കും, ബാക്കി എല്ലാ പോയിന്റിലും ഇമ്പിഡൻസ് അതിനേക്കാളും മുകളിലായിരിക്കും. ഓക്കെ, കണ്ട? അപ്പോൾ ഇമ്പിഡൻസ് കേവ് ഇങ്ങനെ ഇരിക്കുന്നു, ഇമ്പിഡൻസ് മിനിമം ആയിരിക്കും. അപ്പോൾ നമ്മൾ കറണ്ട് കേവ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? ഇമ്പിഡൻസ് മിനിമം ആകുന്നിടത്ത് കറണ്ട് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ അപ്പർ കേവായിട്ട് നമുക്ക് കറണ്ട് കേവ് വരയ്ക്കാൻ പറ്റും. ഇമ്പിഡൻസ് കേവിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക്
കറണ്ട് കേവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ശരിക്കും പഠിക്കുക. ഇത് കണ്ടോ, വേരിയേഷൻ ഓഫ് കറണ്ട് ആൻഡ് ഇമ്പിഡൻസ്. ഇമ്പിഡൻസ് ഇങ്ങനെ താഴെ കേവ് ആണെങ്കിൽ കറണ്ട് കേവ് അപ്പർ കേവ്. കാരണം ഒമേഗ എന്ന് പറഞ്ഞാലും ഫ്രീക്വൻസി എന്ന് പറഞ്ഞാലും, കാരണം ഒമേഗ ഈസ് ഈക്വൽ ടു 2πf അല്ലേ, അപ്പോൾ രണ്ടും നമുക്ക് സെയിം രീതിയിൽ തന്നെ ഷേപ്പിൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ കറണ്ട് മാക്സിമം ആകുന്ന പോയിൻ്റാണ് ഇത് F0. F0 എന്താണ്? റെസൊണൻറ്റ് ഫ്രീക്വൻസി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ കറണ്ട് മാക്സിമം പോയിൻ്റ് I0 ആണെങ്കിൽ I0/√2 മാർക്ക് ചെയ്യുക. I0/√2 മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. അത് ഈ കറണ്ട് കേവിൽ ടച്ച് ചെയ്യും. കാരണം I0/√2 വാല്യൂ ടച്ച് ചെയ്യുന്ന 2 പോയിൻ്റ് കിട്ടുമല്ലോ. ആ 2 പോയിൻറ്റിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി നോക്കുക, F1ഉം F2. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കറണ്ട് I0/√2 ആവുന്ന സമയത്ത് ദ പവർ വിൽ ബി ഹാഫ് ഓഫ് ദ മാക്സിമം പവർ. മാക്സിമം പവറിൻ്റെ ഹാഫ് ആയിരിക്കും ഈ I0/√2 എന്ന് പറയുന്ന കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഈ 2 പോയിൻറ്റിനെയും പറയുന്ന പേരാണ് ഹാഫ് പവർ പോയിൻറ്റ്സ്. ഓക്കെ, the frequency corresponding to half power points are F1 and F2. This F1 is called the lower cutoff frequency and F2 is called the upper cutoff frequency. The difference between F2 and F1, that is the range F1 F2, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഈ സ്പേസ്, അതാണ് F2 മൈനസ് F1. ഈ ഏരിയ പറയുന്ന ഈ ഫ്രീക്വൻസി റേഞ്ചിനെ പറയുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, നോക്കിയേ, 2 frequencies F1 and F2 represents the 2 points of interception of the current curve at 1/√2 I0, where I0 being the current at resonance. I0/√2 into V/√2 is equal to P0/2. So F1 and F2 are also called the half power points. അടുത്ത നമുക്ക് പഠിക്കാനുള്ളൊരു ടേമാണ് Q factor. Q factor is called the quality factor. It is the voltage magnification in the circuit at resonance. അപ്പോൾ റെസൊണൻസിൽ നമ്മൾ പ്രത്യേകം സർക്യൂട്ടിനെ പറയുന്നൊരു പാരാമീറ്ററാണ് Q factor. Q factor എന്ന് വെച്ചാൽ എന്താ? വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ. റെസൊണൻസിൽ VL-ഉം VC-യും സെയിം ആകും നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ സെയിം ആകുന്ന വോൾട്ടേജ് VL ഓർ VC രണ്ടും സെയിം ആയതുകൊണ്ട് അത് ഏതെങ്കിലും ഒന്ന് എടുക്കുക. That is divided by total voltage. The ratio between VL and V, അല്ലെങ്കിൽ ratio between VC and Vക്ക് പറയുന്ന പേരാണ് quality factor, or it is the voltage magnification. ഇനി VL എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡക്ടറിന് അക്രോസുള്ള വോൾട്ടേജ് അല്ലേ. ഇൻഡക്ടറിന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡക്ടറിലൂടെയുള്ള കറണ്ട് ഇൻറ്റു ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, ദാറ്റ് ഈസ് I ഇൻറ്റു XL. പക്ഷേ ഈ ഒരു കണ്ടീഷൻ എപ്പോഴാണ് നടക്കുന്നത്? റെസൊണൻസിൽ മാത്രം കണ്ടീഷനല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ റെസൊണൻസിൽ I എന്ന് പറയുന്ന കറണ്ടിനെ I0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. സോ VL ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു XL. ഇനി V എന്താ സമയത്ത്? ഇമ്പിഡൻസ് R മാത്രമല്ലേ ഉള്ളൂ, Z ഇല്ലല്ലോ, X 0 അല്ലേ. അപ്പോൾ R+jX എന്നുള്ളതിൽ R മാത്രമല്ലേ റെസൊണൻസിലുള്ളൂ. സോ V ഈക്വൽ ടു I0 ഇൻറ്റു R. സോ I0 ഇൻറ്റു XL എന്ന് പറയുന്നത് L-ഒമേഗ, I0 ഇൻറ്റു Rൽ R, കാരണം I0 ക്യാൻസലായി പോകും. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ എന്താ? L-ω0/R. അതുപോലെ നമ്മൾ VC എടുക്കുകയാണെങ്കിൽ I ഇൻറ്റു 1/C⍵0 എന്ന് വരും. അപ്പോൾ ക്വാളിറ്റി ഫാക്ടറിന് മറ്റു രീതിയിൽ പറയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/C⍵0 ഇൻറ്റു R. ഓക്കെ, ചെയ്ത് നോക്കിയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇനി ക്വാളിറ്റി ഫാക്ടർ ω0 L/R. ω0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√LC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1/R√L/C എന്ന് വരും. ക്വാളിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു 1/R√L/C. ആറിൻ്റെയും എല്ലിൻ്റെയും സിൻ്റെയും വാല്യൂ തന്നിട്ട് ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാം. ചിലപ്പോൾ ക്വാളിറ്റി ഫാക്ടർ തരും, ആറും എല്ലും തരും, എന്നിട്ട് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനും അതുപോലെ തിരിച്ചും ഏതെങ്കിലും പാരാമീറ്റേഴ്സൊക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കും. അതുകൊണ്ട് ഇക്വേഷൻ ബൈ ഹാർട്ടാക്കണം. ഇനി നമുക്ക് ബാൻഡ് വിഡ്ത്ത് ആൻഡ് Q ഫാക്ടർ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
അറ്റ് ഹാഫ് പവർ ഫ്രീക്വൻസിയിൽ നെറ്റ് റിയാക്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ആറാണ് എന്നറിയാം. ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറയുന്ന രണ്ട് ഫ്രീക്വൻസി ഉണ്ടല്ലോ, ഒന്ന് F1 F2 ഉണ്ടല്ലോ. അപ്പോൾ F1 F2ലും റിയാക്റ്റൻസ് ആറാണ് എന്ന് അറിയണം. അത് കണ്ടുപിടിക്കാനുള്ള ഇതാണ് ഞാൻ ഈ ബോക്സിൽ എഴുതിയത്. അത് നിങ്ങൾ പഠിക്കണമെന്നില്ല, പക്ഷേ x =+or-r എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അപ്പോൾ r =+or-ωL - 1/ωc. ഓക്കെ, അപ്പോൾ F1 എന്ന് പറയുന്ന ഫ്രീക്വൻസിയിൽ നെറ്റ് റിയാക്റ്റൻസ് നെഗറ്റീവായിരിക്കും, F2ൽ നെറ്റ് റിയാക്റ്റൻസ് പോസിറ്റീവായിരിക്കും. അപ്പോൾ F1ൽ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? F1ലെ ഫ്രീക്വൻസി ω1. അപ്പോൾ R എന്ന് പറഞ്ഞാൽ എന്താ? ωL - 1/ωc. അപ്പോൾ ഒമേഗയ്ക്ക് എന്ത് കൊടുക്കുക? ω1. അപ്പോൾ ω1 × L - 1/ω1 × C =−R വരും. ഇനി F2ലോ പോസിറ്റീവാണ്, അപ്പോൾ ω2L - 1/ω2C =+R വരും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ആഡിങ് 1 and 2, 1 ഉം 2ഉം ആഡ് ചെയ്യുന്ന സമയത്ത് ω1 × ω2 = 1/LC എന്ന് കിട്ടും. രണ്ട് ഇക്വേഷനും ആഡ് ചെയ്തത് നോക്കുക. വീണ്ടും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ രണ്ടും കൂടെ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് നമ്മളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നേരത്തെ കിട്ടിയ വാല്യൂ ഇല്ലേ, ഏത് ആഡ് ചെയ്തപ്പോൾ ω1 × ω2 = 1/LC. ഓക്കെ, അപ്പോൾ ω1 × ω2 കണ്ടോ, ഇവിടെ ω1 × ω2 എന്ന് എഴുതി, അതിന് 1/LC എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത സമയത്ത് ω2 - ω1 = R/L എന്ന് വരും. എന്താ ω2 - ω1? അതല്ലേ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ബാൻഡ് വിഡ്ത്ത് =R/L എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ Q എന്ന് പറയുന്നത് എന്താ? L/0/R. ഓക്കെ, ഈ L/R എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ R/L എന്താ? ω2 - ω1. സോ L/R 1/ω2 - ω1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്വാളിറ്റി ഫാക്ടർ റെസൊണൻറ്റ് ഫ്രീക്വൻസി / ബാൻഡ് വിഡ്ത്ത്. കാണാതെ പഠിച്ചോളാം. ഇക്വേഷന് പലപ്പോഴും നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരും. ഇനി സെലക്ടിവിറ്റി ഇസ് ദ റേഷ്യോ ഓഫ് റെസൊണൻറ്റ് ഫ്രീക്വൻസി ടു ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ സെലക്ടിവിറ്റി ഇസ് സിമിലർ ടു എ ടേം ക്വാളിറ്റി ഫാക്ടർ. ഇനി F1 ആൻഡ് F2ൽ കറണ്ടിൻ്റെ വാല്യൂ എന്താ? I/√2 അല്ലേ, I0/√2. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആ വാല്യൂ ഡെസിബലിൽ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെ? 20 log ചെയ്ത് കഴിഞ്ഞാൽ ഡെസിബൽ വാല്യൂ കിട്ടും. അപ്പോൾ I1/I0 എന്ന് പറയുന്ന റേഷ്യോ, I1 അവിടെ എന്താണ്? I0/√2. അപ്പോൾ I0/√2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 0 കൊടുത്തു കഴിഞ്ഞാൽ ദ വാല്യൂ എന്ത് കിട്ടും? -3. അതായത് നമ്മുടെ കറണ്ട് കേർവിൻ്റെ മാക്സിമം വാല്യൂവിൽ നിന്ന് നമ്മൾ ഡെസിബലിൽ നോക്കുകയാണെങ്കിൽ ഒരു 3 decibel മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നമ്മുടെ ഹാഫ് പവർ പോയിൻറ്റ്സ്, അതായത് I0/√2 എന്ന് പറയുന്ന പോയിൻറ്റ്സ്. അപ്പോൾ ആ പവറിനെ 3 decibel പോയിൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത്